വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. ഏറ്റവും ബഹുമാനനായ ജാഥ ക്യാപ്റ്റൻ കൂറ്റമ്പാറ ഉസ്താദ്, വേദിയിലുള്ള ഏറ്റവും ബഹുമാനരായ പണ്ഡിതന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ, സംഘാടകർ തുടക്കത്തിൽ തന്നെ 5 മിനിറ്റ് എന്ന ഒരു പാറോല തന്നിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇത് 3ാം കേരള യാത്രയാണ്. അതിൻ്റെ പ്രചരണാർത്ഥമാണ് മുസ്ലിം ജമാഅത്തിൻ്റെ ജില്ലാതലത്തിലുള്ള യാത്രയുടെ സ്വീകരണമാണ് ഈ വേദി. വർത്തമാനകാലത്ത് ഏറ്റവും കാലിക പ്രസക്തമായൊരു മുദ്രാവാക്യമാണ് ഈ യാത്ര ഉയർത്തിപ്പിടിക്കുന്നത്: മനുഷ്യർക്കൊപ്പം മനുഷ്യൻ്റെ രാഷ്ട്രീയം. ഇസ്ലാം മനുഷ്യരൊപ്പമാണ്. ഇസ്ലാമിൻ്റെ അഭിസംബോധന രീതിയും അതാണ്. യാ അയ്യുഹന്നാസ് എന്നാണ് ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. വിശ്വാസികളോട് അഭിസംബോധന ചെയ്യുന്നതിൽ കൂടുതൽ മനുഷ്യരോടാണ് ഇസ്ലാം അഭിസംബോധന ചെയ്യുന്നത്. അത് മനുഷ്യരെ എല്ലാവരെയും ഒന്നായി കാണുവാനുള്ള ഇസ്ലാമിൻ്റെ ഒരു മഹത്തായ പ്രത്യാശാസ്ത്രത്തെയാണ് അത് പിടിച്ചോതുന്നത്. നസ്രാനിൽ നിന്ന് വന്ന ക്രിസ്തീയ സഹോദരന്മാർക്ക് താമസിക്കാൻ മദീനയുടെ പള്ളി ഒടിച്ചു കൊടുത്ത പ്രവാചകൻ നമ്മുടെ മുന്നിൽ വ്യക്തമായൊരു മാതൃക കാണിച്ചിട്ടുണ്ട്. സഹജീവികളോട് എങ്ങനെ പെരുമാറണമെന്ന ഒരു കൃത്യമായ മാതൃക പ്രവാചകൻ നമ്മോട് കാണിച്ചിട്ടുണ്ട്. ഇന്ത്യ പോലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ഇന്ത്യ ആക്രമണം മുതൽ 1857 ബഹദൂർ ഷാ സഫറിൻ്റെ നാടുകടത്തിൽ വരെയുള്ള 1000 വർഷക്കാലം ഈ രാജ്യത്ത് ജീവിച്ചൊരു സമൂഹം എന്ന രൂപത്തിൽ ഈ സമൂഹത്തിനെ ബലപ്പെടുത്തുകയല്ലാതെ ഇവിടുത്തെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വർഷങ്ങളായി പിന്തുടരുന്ന സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുക മാത്രമാണ് ഇസ്ലാം ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയും അങ്ങനെയാണ്. അതിഥി ദേവോഭവ, എല്ലാവരെയും ഇങ്ങോട്ട് സ്വീകരിക്കുന്നതാണ്. അത് സെൻറ്റ് തോമസിനെയാണെങ്കിലും മാലിക് ബിൻ ദിനാറിനെയാണെങ്കിലും ഏത് വിശ്വാസ പ്രമാണങ്ങളെയും ഇന്ത്യയിലേക്ക് സ്വീകരിക്കുകയും അവർക്ക് വളർന്ന് പന്തലിക്കുവാനുള്ള സാഹചര്യം ഇന്ത്യയിൽ ഒരുക്കിയിട്ടുമുണ്ട്. അടുത്ത കാലത്തുണ്ടായ ചില അപശബ്ദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഈ രാജ്യത്ത് മതപ്രചരണത്തിനോ മത ആരാധനാക്രമങ്ങൾക്കോ യാതൊരുവിധ തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകുന്നൊരു രാജ്യമാണ്. ആ രാജ്യത്ത് അസ്വസ്ഥമാകുന്നൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ബഹുമാനായ ഉസ്താദിൻ്റെ ഏറ്റവും പ്രസക്തമായ മുദ്രാവാക്യവുമായിട്ടുള്ള ഈ യാത്ര തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങളുണ്ടാക്കും. വിഘടിതമായി നിൽക്കുന്ന, അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കാത്ത ഒരു പ്രജാശാസ്ത്രത്തിനും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ലെന്ന് ഉദ്ഘോഷിക്കുന്ന ഈ മഹത്തായ യാത്ര നമ്മുടെ സമൂഹത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.